എല്ലാ ആത്മസഹോദരങ്ങൾക്കും എൻ്റെ വിനീതമായ നമസ്കാരം. ശ്രീനാരായണ ഗുരുവിൻ്റെ പാതാരവിന്ദങ്ങളിൽ നമസ്കരിച്ചുകൊണ്ട് അർദ്ധനാരീശ്വരസ്തവം ജ്ഞാനവല്ലരി 5 കടക്കുകയാണ്. മുപ്പാരൊക്കെ ഇതാ മുടിഞ്ഞു മുടിയിൽ ചൊൽപ്പൊങ്ങുമപ്പും ധരിച്ച് എപ്പോഴും പരമാത്മനിഷ്ഠയിൽ ഇരുന്നിടുന്നു നീ എന്തഹോ. ഇപ്പാരാര് ഇനിയാളും ഈ പരിശ ഇന്ന് ആരോടുരയ്ക്കുന്നു നിൻ തൃപ്പാദത്തണലെന്നിയേ തുണ നമുക്കാര് അർദ്ധനാരീശ്വര. മുപ്പാരൊക്കെ 3 ലോകങ്ങൾ മുഴുവൻ ഇതാ മുടിഞ്ഞു, ഇതാ നശിച്ചു കഴിഞ്ഞു. മുടിയിൽ മുടിക്കെട്ടിൽ ചൊൽപ്പൊങ്ങും സുപ്രസിദ്ധമായ അപ്പും ധരിച്ച് ജലവും, അതായത് ഗംഗാനദിയും പേറിക്കൊണ്ട് എപ്പോഴും സദാസമയവും പരമാത്മനിഷ്ഠയിൽ ഇരുന്നിടുന്നു നീ. ഭഗവാനാകട്ടെ ഞാൻ പരമാത്മാവാണെന്ന അദ്വൈതാനുഭൂതിയിൽ അമർന്നിരിക്കുന്നു. എന്തഹോ, ഇതെന്തൊരു കഷ്ടമാണ്. ഇപ്പാര് ഈ ലോകത്തെ ആരിനിയാളും ആരിനി രക്ഷിക്കും? ഈ പരിശ അനാഥരായ ഈ ജീവികൾക്ക് ഇന്ന് ആരോട് ഉരയ്ക്കുന്നു? പരാധീനതകൾ പറയാൻ ഇന്നിനി ആരാണുള്ളത്? നിൻ തൃപ്പാദത്തണലെന്നിയെ, നിന്റെ തൃപ്പാദങ്ങളാകുന്ന തണലല്ലാതെ തുണ നമുക്ക് ആരാണ് നമുക്ക് തുണയായുള്ളത്? അർദ്ധനാരീശ്വര. അർദ്ധനാരീശ്വര, 3 ലോകങ്ങളും വെള്ളമില്ലാതെ ഇതാ മുടിഞ്ഞു കഴിഞ്ഞു. ഭഗവാനാകട്ടെ സുപ്രസിദ്ധമായ ഗംഗാനദീജലവും തലയിൽ പേറിക്കൊണ്ട് എപ്പോഴും പരമാത്മനിഷ്ഠയിൽ ഇരിക്കുന്നു. ഇതെന്തൊരു കഷ്ടമാണ്. ഈ ലോകത്തെ ഇനിയും ആര് രക്ഷിക്കും? ഈ അഗതികൾ ഇനിയും ആരോട് പരാധീനതകൾ പറയും? ഭഗവാന്റെ തൃപ്പാദങ്ങളാകുന്ന തണലല്ലാതെ മറ്റൊരു തുണ നമുക്ക് ആരാണുള്ളത്? അർദ്ധനാരീശ്വര, ഭഗവാന്റെ ജടക്കെട്ടിൽ സദാസമയവും ഗംഗാജലത്തെ മുഴുവൻ പേറിക്കൊണ്ടാണ് വർത്തിക്കുന്നതെന്ന് ലോകപ്രസിദ്ധമാണ്. ജലമാണ് ജീവികളുടെ നിലനിൽപ്പിന് ആധാരമെന്ന് ഭഗവാനും അറിയാം. അത് വേണ്ടവണ്ണം ജീവജാലങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ്, അവർക്ക് താങ്ങാവുന്ന തരത്തിൽ എത്തിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് സ്വർഗത്തിൽ നിന്ന് വന്ന ഗംഗയെ ഭഗവാന്റെ ജടക്കെട്ട് താങ്ങി നിർത്തിയത്. എന്നാൽ തപസ്സിൽ ലയിച്ച് പരമാത്മനിഷ്ഠയിലിരിക്കുന്ന ഭഗവാൻ ആ കഥയൊക്കെ മറന്നു. അങ്ങനെ ഗംഗാനദിയും പുറത്തു ചാടാൻ മടിച്ച് ഭഗവാന്റെ ജടക്കെട്ടിനുള്ളിൽ ഒതുങ്ങിക്കൂടിയിരിക്കുന്നു. ഈശ്വരനിൽ നിന്ന് തന്നെ ജാതരായ നമ്മളെല്ലാം വെള്ളമില്ലാതെ തീയിൽ വീണതുപോലെ ദഹിക്കാൻ ഇടയാകുകയും ചെയ്തു. പരമാത്മസ്വരൂപിയായ ഭഗവാന്റെ അംശങ്ങൾ തന്നെയാണ് നമ്മൾ. അപ്പോൾ നമ്മളെ മറന്നിട്ട് ഭഗവാന് എങ്ങനെ അദ്വൈതാനുഭൂതിയിൽ അമർന്നിരിക്കാൻ സാധിക്കും? നമ്മളുടെ നാനാത്വവും ഭഗവാന്റെ ഏകതയും ഒന്നു തന്നെയാണ്. അതറിഞ്ഞുകൊണ്ട് ഭഗവാൻ തപസ്സിൽ ലയിച്ചാൽ ഭഗവാന്റെ തപസ് തന്നെ ഞങ്ങളുടെ രക്ഷയ്ക്കായി ഭവിക്കും. അങ്ങനെ ഭഗവാന്റെ തുണ എപ്പോഴും നമ്മൾക്ക് ലഭിക്കും എന്നു തന്നെയല്ല, ഭഗവാന്റെ പരമാത്മസ്വരൂപം അങ്ങനെ നമ്മളും അനുഭവിക്കും. നമ്മളും പരമാത്മനിഷ്ഠയിൽ അമരും. നമ്മളും ഭഗവാനും രണ്ടല്ല, ഒന്നാണല്ലോ. അർദ്ധനാരീശ്വരസ്തവ ജ്ഞാനവല്ലരി 5 അർത്ഥവിവരണം ഇന്നിവിടെ സമാപിക്കുകയാണ്. ഒരിക്കൽ കൂടി നമുക്ക് ജ്ഞാനവല്ലരിയിലേക്ക് പോകാം. മുപ്പാരൊക്കെ ഇതാ മുടിഞ്ഞു മുടിയിൽ ചൊൽപ്പൊങ്ങുമപ്പും ധരിച്ചെപ്പോഴും പരമാത്മനിഷ്ഠയിൽ ഇരുന്നിടുന്നു നീ എന്തഹോ. ഇപ്പാരാരിനിയാളും ഈ പരിശ ഇന്ന് ആരോടുരയ്ക്കുന്നു നിൻ തൃപ്പാദത്തണലെന്നിയേ തുണ നമുക്കാര് അർദ്ധനാരീശ്വര.
അർദ്ധനാരീശ്വരസ്തവ ജ്ഞാനവല്ലരി 5 ഇന്നിവിടെ സമാപിക്കുന്ന എല്ലാ ആത്മസഹോദരങ്ങൾക്ക് ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം.